സോ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് ഈ പടത്തില് കുറച്ചൊക്കെ കൺഫ്യൂഷനും അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നൊക്കെ തോന്നുന്നത്. ഇനി ഈ പടത്തിന്റെ മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജിബ്രാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റി കഴിഞ്ഞാൽ ഈ പടത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് വേറൊരു മ്യൂസിക് ഡയറക്ടറാണ്. പടത്തില് ഒരു പാട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതൊരു കല്യാണത്തിന് ഉള്ള ഒരു പാട്ടാണ്, കല്യാണ പാട്ട്. ആ പാട്ട് പാട്ടായിട്ട് മാത്രം, സോങ് മാത്രം അടിപൊളി സോങ് ആയിരുന്നു. പക്ഷെ അതിന്റെ കോറിയോഗ്രാഫി എന്ന് വെച്ചാൽ ഒരു ദുരന്തമായിരുന്നു. പിന്നെ അവസാനം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു പാട്ട് കിട്ടിയിട്ട് ഇടിലായിട്ട് അത് എന്താണ് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ഇവർക്ക് പറ്റിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പിന്നെ ഫസ്റ്റ് ഉള്ളൊരു പാട്ട് എന്ന് വെച്ചാൽ നമ്മളെ അനുപമയുടെ ക്യാരക്ടർ ജാനകി ഈ സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ കയറിയിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ശോകം പാട്ട് വെച്ചിട്ടുണ്ട്. ആ പാട്ട് പോലെ തന്നെ ആ പാട്ട് തന്നെ ശോകമാണ്, അതൊരു ശോകം പാട്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള പാട്ടും എനിക്ക് അത്ര വലിയ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഈ പാട്ടിനെ എല്ലാം നമ്മൾ BGM അത്യാവശ്യം ഓവർകം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് BGM ബെറ്റർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം മൊത്തത്തിൽ കണ്ടിരിക്കാൻ തോന്നുന്നത്. അതുകൂടി വീക്ക് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇത് വല്ലാണ്ട് ശോകമായി പോയല്ലേ. ഈ പടത്തിന്റെ എഡിറ്റിംഗ് ആയിട്ടുള്ളത് സംജിത് മുഹമ്മദ് ആണ്. നല്ല എഡിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എഡിറ്റിംഗ് അതായത് വല്ലാണ്ട് വലിച്ചു നീട്ടാതെ വലിയ ഡ്രാമയൊന്നും അല്ലാതെ കൃത്യമായിട്ട് ആൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ടീസർ ട്രെയിലറൊക്കെ എഡിറ്റ് ചെയ്തത് ഡോൺ മാക്സ് ആണെന്ന് തോന്നുന്നു. അതൊന്നായിരുന്നു. ടീസറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടീസർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പറയേണ്ടത് സിനിമാറ്റോഗ്രഫി, രണദിവയാണ് പടത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. അങ്ങനെ വലിയ സംഭവം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തില് സുരേഷ് ഗോപിയുടെ കഥാപാത്രം, അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആദ്യം ഒരു ആനിമേഷൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ടിന് ഈ പടത്തിന്റെ മെയിൻ പ്ലോട്ടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ അവരെന്തുകൊണ്ട് അങ്ങനെ കാണിച്ചെന്നറിയില്ല. പക്ഷെ അതില്ലെങ്കിലും ഈ സാധനം ഓക്കെയാണ്. പിന്നെ ഈ പടത്തിൽ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ പള്ളിയിലച്ഛൻ കന്യാസ്ത്രീയെ പീഡിപ്പിക്കുന്ന കാര്യം, അതുപോലെ തന്നെ സഹകരണ ബാങ്കിലെ തട്ടിപ്പ്, പിന്നെ അറിയാലോ സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്കൽ പടങ്ങളാകുമ്പോഴത്തേക്ക് ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ കയറി വരും. പക്ഷെ അതെല്ലാം സാന്ദർഭികമായിട്ടാണ് പറഞ്ഞു പോയിരുന്നെങ്കിലില്ലേ കുറച്ചുകൂടി രസകരമായനെ, സിനിമ എന്ന രീതിക്ക് രസകരമായനെ. പിന്നെ പൊളിറ്റിക്കലായിട്ട് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവല്ലോ. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ അദ്ദേഹം പറയുന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തികൾക്ക് ആത്മാഭിമാനത്തോട് ജീവിക്കാനുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടും, ഒരു സ്ത്രീക്ക് പ്രഗ്നന്റ് ആവണോ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക്, അതായത് ഗർഭസ്ഥ ശിശുവിനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, എല്ലാം വാലിഡ് തന്നെയാണ്. പക്ഷെ സുരേഷ് ഗോപി ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉയർത്തിപ്പിടിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് തരത്തിലായിരിക്കും. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ശരി വരും. പക്ഷെ സിനിമ എന്ന രീതിക്ക് നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കയറിയാലും നമുക്കൊരു ശരാശരി എക്സ്പീരിയൻസ് തരുന്ന